കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുവാൻ, വചനം കേൾക്കുവാൻ, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനമെന്നെണ്ണി മറക്കാതെ മനസ്സിൽ കരുതുവാൻ ഒരവസരം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തരികയാൽ വചന കേൾവിക്ക് മനസ്സ് വയ്ക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എന്നെ വിദ്യീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ വചനം തന്നും വാക്ക് പറഞ്ഞും ജീവിതത്തിൽ ഒരിക്കലും കൈവിടാതെ മരുഭൂമി യാത്രയിലും തിരമാലകളുടെയും ഓളങ്ങളുടെയും ഒക്കെ നടുവിലും കൂടെ ഇരുന്ന് അക്കരെ നാട്ടിലെത്തുവോളം സൂക്ഷിക്കാമെന്ന് വാക്ക് തന്ന നമ്മുടെ രക്ഷിതാവ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ വചനത്തിനും ആലോചനയ്ക്കും ബലത്തിനുമായി 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് ദൈവ വചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ഞാൻ വായിക്കാൻ ഒരുങ്ങുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുകയാണ്. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുന്നു. സംഭവിക്കുന്നതിന് മുമ്പ് നമ്മോട് പറയുന്ന കർത്താവ്. ഈ വാക്യം പറയാനുണ്ടായ പശ്ചാത്തലം, കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് തൻ്റെ അരിമ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നൊരു രംഗം വേദപുസ്തകത്തിലെ മാത്രമല്ല ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ സംഭവമാണ്. ദൈവം ഭൂമിയിൽ വന്ന് മനുഷ്യനായി വിളങ്ങിയ കർത്താവ് കോടാനുകോടി ദൂതന്മാർ ആരാധിച്ചും സ്വർഗീയ സിംഹാസനത്തിലിരുന്നും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചും വാക്കുകൊണ്ടും അധികാരം കൊണ്ടും സകലത്തെയും നിയന്ത്രിച്ച് നിർത്തുന്ന മഹാദൈവം മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ജഡമെടുത്ത് ലോകത്തിൽ വന്നു. നമ്മളിൽ ഒരുവനെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് മനുഷ്യനായി വിളങ്ങി നാടെങ്ങും നന്മ ചെയ്ത് താൻ ദൈവമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അനേക അത്ഭുതങ്ങൾ ചെയ്ത് ഈ ഭൂമിയിലായിരുന്നു. 33.5 വർഷക്കാലം മനുഷ്യനായി വിളങ്ങിയതിൽ അവസാനത്തെ 3.5 വർഷക്കാലം അരിമ ശിഷ്യന്മാരോടൊത്ത് പലസ്തീനിൽ ശക്തമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. അവസാന നിമിഷങ്ങളിൽ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്തൊരു പ്രൈവറ്റ് സമ്മേളനത്തിൽ അധികം ആളുകളില്ലാത്ത ശിഷ്യന്മാരും താനും മാത്രമായിരിക്കുന്ന പ്രത്യേക സമയത്ത് ശിഷ്യവൃന്ദത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അരയിൽ ഒരു തോർത്തെടുത്ത് ചുറ്റി ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് തൻ്റെ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും കാല് കഴുകാൻ തുടങ്ങിയാണ്. അവർ ആശ്ചര്യപ്പെട്ടു. അവർക്ക് ഒരിക്കൽ പോലും ഒരു ഗുരുവിൻ്റെ അടുക്കൽ നിന്നും, പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിൽ ഗുരുശിക്ഷ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഗുരുക്കന്മാരെ വലുതായി കാണുകയാണ്. അവർ ആദരണീയരാണ്, ബഹുമാന്യരാണ്, വളരെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഉയർന്നിരിക്കുന്നവരാണ്. ശിക്ഷകണം എപ്പോഴും ദാസ സ്വഭാവത്തോടുകൂടി കാൽക്കലിരിക്കുന്നവരും ഗുരുക്കന്മാർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുമാണ്. നമ്മുടെയൊക്കെ കൾച്ചറിൽ അങ്ങനെയാണ്. അടുത്ത കാലം വരെ കർത്തൃദാസന്മാരൊക്കെ വളരെ സീനിയറായിരിക്കുന്ന ദൈവദാസന്മാരുടെ കൂടെ സന്തത സഹചാരികളായി ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ വസ്ത്രം കഴുകിക്കൊടുത്തും അവരുടെ വസ്ത്രം ഇസ്തിരിക്കിട്ടും ഒക്കെയായി. അങ്ങനെ ഒരു ഗുരുശിക്ഷ ബന്ധം ആ ഒരു നിലവാരത്തിൽ പോകുന്നത് ശിഷ്യന്മാർക്ക് ഇഷ്ടമായിരുന്നു. ഗുരുക്കന്മാർ അതിൻ്റെ അനുഗ്രഹം അവർക്ക് പകർന്നിരുന്നു. അങ്ങനെ ഒരു ബന്ധം, ഗുരുകുല ബന്ധം എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്തു പോരുന്നൊരു പ്രവണത ഭാരത പശ്ചാത്തലത്തിൽ, കേരള പശ്ചാത്തലത്തിലൊക്കെ, നമ്മുടെ നാട്ടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഗുരുശിക്ഷ ബന്ധത്തിൻ്റെ പ്രാധാന്യത. ഗുരു എന്നും കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ ആദരണീയനായി ബഹുമാനനായി മാനവ ഹൃദയങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ കർത്താവ് ഘടകവിരുദ്ധമായി ആരോടും ചോദിക്കാതെ മുന്നറിയിപ്പുകളില്ലാതെ അരിമ ശിഷ്യന്മാരുടെ കാല് കഴുകി. പത്രോസ് അതിനെ വിലക്കുക പോലും ചെയ്തു. അരുത് കർത്താവേ, അരുത്, ഞാനത് സമ്മതിക്കത്തില്ല. പത്രോസിനോട് യേശു പറഞ്ഞു, ഇപ്പോൾ നീ സമ്മതിക്ക്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇപ്പം അറിയില്ല, പിന്നത്തേതിൽ അറിയും എന്നൊക്കെ പറഞ്ഞ് ഒരു മാതൃകയായി. എന്നിട്ട് കർത്താവ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു. ഞാനിപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ തമ്മിൽ ചെയ്യേണ്ടതിനാണ്.
കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് പറഞ്ഞൊരു മാതൃകയാകുകയായിരുന്നു. ഈ കാലൊക്കെ കഴുകി ഒരുമിച്ച് അടുത്ത തിരുമേശയിലേക്ക് അല്ലെങ്കിൽ പെസഹാരാത്രിയിലേക്ക് കടക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങളെല്ലാവരെക്കുറിച്ചല്ല ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്ക് പറയുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തവരെല്ലാവരും ഞാൻ അറിയുന്നു, എന്നാൽ എൻ്റെ അപ്പൻ തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് തിരുവെഴുത്തിന് നിവൃത്തിയാകേണ്ടതിന് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഒരു വലിയ സംഭവം നടക്കും. എൻ്റെ അപ്പൻ തിന്നവൻ എനിക്ക് നേരെ കുതികാൽ ഉയർത്തും. യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് കർത്താവ് ഈ വചനപ്രകാരം പറയുന്നത്. ഇത് പറഞ്ഞ അടുത്ത വാക്ക് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുക്കുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് യേശു പറഞ്ഞത്, അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. പശ്ചാത്തലങ്ങളെ നമ്മുടെ അല്പം അകറ്റി നിർത്തുന്നു, എന്നിട്ട് ഈ വാക്ക് മാത്രം പുറത്തേക്ക് എടുക്കുന്നു. എന്നാൽ പിന്നെ പശ്ചാത്തലം പറഞ്ഞ എന്തിനാ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കാം. സംഭവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനിടയാകുന്നത്. അതുകൊണ്ട് അതേത് സന്ദർഭത്തിലാണ് കർത്താവ് പറഞ്ഞത് എന്ന് അറിയേണ്ടത് ഒരു അനിവാര്യമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 3-4 മിനിറ്റ് എടുത്ത് ഞാൻ പശ്ചാത്തലം പറഞ്ഞത്. ഇനി ആ വാക്യത്തിലേക്ക് മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. യേശു പറയുകയാണ്, അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. ഒരു ഉദ്ദേശമില്ലാതെ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ട്, ദുരുദ്ദേശത്തോടെ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വർത്തമാനത്തിന്, സംഭാഷണത്തിന്, പറയുന്നതിന് പല ഉദ്ദേശമുണ്ട്. ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാനും കൊച്ചാക്കാനും മനസ്സ് മടുപ്പിക്കാനും വഴക്കുണ്ടാക്കാനും വേണ്ടി മാത്രം പറയുന്നവരാണ്. എന്തിനാ പറയുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ അനുദപിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. വാക്കിനും വർത്തമാനത്തിനും ഭയങ്കര സ്വാധീനവും ശക്തിയും ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ കേൾവിക്കാരും മറക്കരുത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ കൃത്യമായ ഉദ്ദേശത്തോട് മാത്രമേ പറയാവൂ. യേശുക്രിസ്തുവിൻ്റെ സംഭാഷണങ്ങളെല്ലാം പല വാക്യങ്ങളുണ്ട്. അതൊരു നീണ്ട സമയം, ഒരു 10-40 മിനിറ്റ് എടുത്തൊരു സന്ദേശം അവതരിപ്പിക്കേണ്ടതാണ്. കർത്താവിനെക്കുറിച്ച്, കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്. തിരിച്ച് ചെന്ന് അറസ്റ്റ് ചെയ്യാതെ തിരിച്ച് ചെന്നിട്ട് മതകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇങ്ങനെയാണ്: ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ലോകത്തിലാരും ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സംസാരം തന്നെ ശ്രദ്ധേയമായിരുന്നു. അറസ്റ്റ് വരിപ്പിക്കാൻ വേണ്ടി അധികാരികൾ പറഞ്ഞയച്ച ആളുകൾ തിരിച്ചു ചെന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണമാണ് പറഞ്ഞത്, യേശു സംസാരിക്കുന്നത് പോലെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. എന്നോട് കർത്താവ് സംസാരിച്ചാൽ അതിന് കൃത്യമായ ഉദ്ദേശം കാണും. ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, സർവശക്തനായ ദൈവത്തിൻ്റെ സംഭാഷണത്തിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകത, ഒന്ന്, സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് പറയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ പറ്റിച്ചേർന്ന് നടക്കുകയും ആദ്യം വായിച്ചപ്പോൾ കണ്ടതുപോലെ കർത്താവിനുള്ളവരായി ജീവിക്കുകയും ചെയ്താൽ സംഭവിച്ചതിന് ശേഷം തല തപ്പേണ്ടി വരില്ല. സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് പല കാര്യങ്ങളും കർത്താവ് ഓർപ്പിക്കും. എത്രയോ കാര്യങ്ങൾ. ആത്മീക ജീവിതത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ്, ഒരബദ്ധ ജീവിതമല്ല ആത്മീക ജീവിതം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്തൊരു ജീവിതമല്ല. അതുകൊണ്ട് കാര്യപ്രാപ്തിക്കും കാര്യസാധ്യത്തിനും വേണ്ടി മാത്രം കർത്താവിനെ ആശ്രയിക്കാതെ കർത്താവിനെ ഹൃദയത്തിൽ പേറി ക്രിസ്തീയ ജീവിതം അഥവാ ആത്മീക ജീവിതം നയിക്കുക. അങ്ങനെ ആത്മീക ജീവിതം നയിക്കുമ്പോൾ നിരന്തര കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും വേദപുസ്തക വായനയിലും വചന കേൾവിയിലൊക്കെ നിങ്ങൾ മുഴുകിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് പറയുക എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ചില കാര്യങ്ങൾ സംഭവിക്കും, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളണം. ആ സമയത്ത് നീ മറഞ്ഞു നിന്നോളണം. ഏലിയാവിനെ കെരീത്തിലും വിധവയുടെ വീട്ടിലും മറച്ചതുപോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് കാലേക്കുട്ടി അറിയുന്ന മഹാജ്ഞാനിയായ ദൈവം ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കും. എനിക്കതിലും ആശ്ചര്യമായി. കാലേക്കുട്ടി കാര്യങ്ങൾ അറിയുന്നത് എപ്പോഴും നല്ലതാണ്. അല്ല, എല്ലാ കാര്യങ്ങളും കാലേക്കുട്ടി അറിയുന്നത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ആ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ നമുക്ക് തരുന്നത് വലിയ ബലമാണ്. അതുകൊണ്ടാണ്
പ്രവചനം ഒക്കെ ദൈവം ഒരു കൃപയായിട്ട് കൊടുത്തിരിക്കുന്നത് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണെന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാലേക്കുട്ടിയുടെ അരുളപ്പാടുകളാണ് പ്രവചനങ്ങൾ. അത് ദൈവസഭയുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. കർത്താവിൻ്റെ സഭയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് പോയാൽ ഞാൻ സാധാരണ പറയുന്നത് പോലെ നമുക്കൊരു ഭാവികാല നിർണയം അറിയേണ്ടതിന് വേണ്ടി കൈനോട്ടക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്ന പോലെ കർത്താവിൻ്റെ ദാസന്മാരെയും കർത്താവിൻ്റെ പ്രവാചകന്മാരെയും ഉപയോഗിക്കുന്നത് അയ്യോ കഷ്ടം. പക്ഷെ ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നടക്കുകയാണെങ്കിൽ ദൈവം കൃത്യമായിട്ടും ദൈവത്തിൻ്റെ കൃപാവരങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. ആ ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിതാണ്, അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംഭവിക്കും മുമ്പേ പറയുന്നു. രണ്ട് പ്രത്യേകത. ഒന്ന്, കർത്താവ് പല കാര്യങ്ങളും സംഭവിച്ചതിന് ശേഷമല്ല, സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് കാണുന്നവനും പറയുന്നവനുമാണ്. രണ്ട്, സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് പറയുന്നതിൻ്റെ ഉദ്ദേശം നാം യേശുക്രിസ്തു മശിഹയാണ്, അഭിഷിക്തനാണ്, രക്ഷകനാണ്, ദൈവമാണ് എന്ന് വിശ്വസിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മെ ദൈവത്തെ വിശ്വസിക്കേണ്ടതിന്, കർത്താവിനെ വിശ്വസിക്കേണ്ടതിന് പല കാര്യങ്ങളും കാലേക്കൂട്ടി അറിയിക്കുന്നവനാണ്. നിങ്ങളോട് ദൈവം എന്തെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നന്മയായിട്ട്, അനുഗ്രഹമായിട്ട്, ചിലപ്പോൾ മുന്നറിയിപ്പായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം പിടികിട്ടുന്നോ? നിങ്ങൾ കർത്താവിനെ അധികം വിശ്വസിക്കേണ്ടതിന്, അവൻ ആരെന്നറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ സന്തത സഹചാരികളായിരിക്കണം, കൂടെ പോകണം. അരിമശിഷ്യന്മാരോട് കൂടുതലും പറഞ്ഞത് പഴങ്കഥകളല്ല. പണ്ട് പലരും ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ള പോലെ എവിടെയെങ്കിലും പോയി കണ്ട പഴങ്കഥകൾ, പ്രായമായിരിക്കുന്ന ആളുകൾ പണ്ട് ചെയ്ത വീരകൃത്യങ്ങൾ, അതുപോലത്തെ കുറേ സ്വർഗത്തിലെയോ ദൂതന്മാരുടെ ഇടയിലെയോ വീരകൃത്യങ്ങൾ പറയാൻ വേണ്ടി വന്നവനല്ല കർത്താവ്. കൂടെ നടന്ന ശിഷ്യന്മാരോട് നാളുകളെക്കുറിച്ച്, മനുഷ്യജീവിതത്തെക്കുറിച്ച്, ഭാവി കാലത്തെക്കുറിച്ച്, സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞവനാണ് കർത്താവ്. യേശുവിൻ്റെ കൂടെ നടക്കുക, കർത്താവിനെ ചാരി നടക്കുക, സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞു തരും. അടുത്തത്, കർത്താവിൻ്റെ സംഭാഷണം നിരന്തരമായി കേൾക്കുക. നിങ്ങൾ യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരും. മനുഷ്യനിൽ നിന്ന് കുറച്ച് കേൾക്കുക, ദൈവത്തിൽ നിന്ന് അധികം കേൾക്കുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് സംസാരിക്കുന്നത്, അങ്ങ് പറയുന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടെയാണെന്ന് തിരുവെഴുത്ത് ദ്വാര ഞങ്ങൾ മനസ്സിലാക്കുന്ന പച്ച. രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന്, ഞങ്ങൾ തകരാതിരിപ്പാൻ, തളരാതിരിപ്പാൻ, ക്ഷീണിക്കാതിരിപ്പാൻ ദൈവമായ കർത്താവ് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് പല കാര്യങ്ങളും പറയുന്നവനാണെന്നറിഞ്ഞു. മാത്രമല്ല, ആ പറച്ചിലിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ കർത്താവേ അങ്ങേ അകമഴിഞ്ഞ് വിശ്വസിക്കേണ്ടതിനാണെന്നും അറിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം, കൃപയിൽ താങ്ങണം, ദൈവീക പ്രവൃത്തി വെളിപ്പെടുത്തി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാം കർത്താവിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നു. എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതായത് കേൾക്കുന്ന ആരോടെങ്കിലും കാലേക്കൂട്ടി സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് എന്തുണ്ടെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് വരുമ്പോൾ അത് പറഞ്ഞു കൊടുത്ത് ധൈര്യപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.